നരേന്ദ്രമോദി ഭരണത്തിൽ ഏറിയതോടെ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ചിലർ രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തിൽ SNDP ആണോ NSS ആണോ മോദിയുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന കാര്യത്തിലാണ് തർക്കം. ഫലം പുറത്തു വന്ന ഉടനെ ഇത് തന്റെ അജണ്ടയായിരുന്നു എന്നാണ് സുകുമാരൻ ആശാൻ പ്രഖ്യാപിച്ചത്. നടേശഗുരു വിടുമോ? അദ്ദേഹത്തിന് പറഞ്ഞത് വല്ല കഥ. നിങ്ങൾ തന്നെ അതിന് കമന്റ് പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ ഈ എട്ടുകാലി മമ്മൂഞ്ഞാകും ചിലപ്പോൾ. അത് ഇന്ന് തുടങ്ങിയതല്ല, പണ്ടുമുണ്ട് എട്ടുകാലി മമ്മൂഞ്ഞ. ആനയെ പ്രസവിപ്പിച്ച് ഞാനാണെന്ന് പറഞ്ഞാൽ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവത്തിലുള്ള അതൊക്കെ നിങ്ങൾ വെണ്ടക്കാക്ഷത്തെ അടിക്കുകയും NSS ഇറക്കുന്ന എന്തുണ്ടോ, എന്ത് പരമ വിട്ടിട്ട് ഇറക്കിയാലും 4 കാളാണ്. ഞങ്ങളെ കൂട്ടുള്ളവരും പറഞ്ഞാൽ കാളത്തിലും കാണുകയില്ല, ചർമ്മകാലത്തിലും ഉണ്ടെങ്കിൽ ഭാഗ്യം, അതാത് എഡീഷനിൽ. ഇതല്ലേ സ്ഥിതി. അവരെന്ത് പറഞ്ഞാലും അത് വലിയ മഹത്വമായിട്ട്. ഇത് വാസ്തവത്തിൽ അത് വായിച്ചപ്പോൾ ഞങ്ങൾക്ക് അസ്യത് ഒരു മനുഷ്യർ എതിർത്തില്ല. നിങ്ങൾ പറഞ്ഞു, ഞാൻ പറയുകയാണെങ്കിൽ ഉടനെ എതിർക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുണ്ട്, പത്രക്കാരുണ്ട്. NSS നേതാവ് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ എതിർത്തോ? അത് ഒരു BJP കാരൻ പറഞ്ഞോ? എന്നും BJP അതിന് കത്തുകയറ്റാത്ത കക്ഷികളല്ലേ. ഇനിയിപ്പോൾ അവിടെ അകത്ത ആളായി മാറും. സുകുമാരൻ നായർ മോദിയുടെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ച ആളായതിനാൽ ഒരു കേന്ദ്രമന്ത്രി തന്നെ ആക്കാമെന്ന് വച്ചാലും വെള്ളാപ്പള്ളി സമ്മതിക്കില്ല. ഇനിയുള്ള കാലത്ത് രണ്ടുപേരും ആത്മാർത്ഥത തെളിയിച്ച് BJP വളർത്താൻ ശ്രമിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ കാണും വരെ നന്ദി, നമസ്കാരം.